നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. കേരളത്തിലെ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റും ഇന്നത്തെ ഹോം മിനിസ്റ്ററുമായ ശ്രീ അമിത്ഷാ വന്ന് വളരെ ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ചെയ്തു. കേരളത്തിൽ നിന്ന് ദേശവിരുദ്ധരെ പുറത്താക്കണം, ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ ഹൈക്കോടതിനേക്കാളും വലിയ അദ്ദേഹം അത് പറയുമായിരിക്കും. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് അവർ വളരെ ബി ജെ പി വളരെ കൃത്യമായി കേരളത്തിൻ്റെ ഇലക്ഷനിലെ അവരുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ എന്തു വന്നാലും അവരുടെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തെ സമീപിക്കുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഇന്നത്തെ മാറിയ സിറ്റുവേഷനിൽ കേരളത്തിലെ ഒരു 18% താങ്കൾ പറഞ്ഞ പോലെ സവർണ ക്രിസ്ത്യാനികൾ വോട്ട് കൂടി ഉണ്ടെങ്കിലേ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അത് ഇന്നത്തെ സിറ്റുവേഷനിൽ പോയിരിക്കുകയാണ്. അത് അവരുടെ ക്രിസ്മസിൻ്റെ സമയത്തുള്ള ഒരു പ്രകടനം, നോർത്ത് ഇന്ത്യയിലെ പ്രകടനം മലയാളികൾ കേരള ക്രിസ്ത്യാനികൾക്ക് അത്ര പ്രാപ്യമായി തോന്നിയില്ല, അവരെ സന്തോഷിപ്പിക്കുന്നതല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം അവർ ക്രിസ്മസ് കേക്കുമായി പല അരമനകളിലേക്കും ബി ജെ പിക്കാർ പോയില്ല. പക്ഷെ ഇതെന്താണ് സാധിക്കുന്നത്? അവരെ ബി ജെ പി അവരുടെ കോർ അജണ്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും. അത് ചെറിയാൻ, ഇത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് സൂചിപ്പിക്കാൻ ആഗ്രഹമാണ്. കേരളം RSSന്റെ കാര്യപരിപാടിയിൽ വളരെ നിർണായകമാണ്. മറ്റെവിടെ ജയിക്കുന്നത് പോലും പ്രധാനമാണ് കേരളത്തെ പോലെയുള്ള ഒരു ഡെമോഗ്രഫി, ഒരു ജനസംഖ്യ, ഒരു പാറ്റേൺ. അങ്ങനെയുള്ള കേരളത്തിൽ ജയിക്കുക രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുസ്ലിങ്ങൾ 24% കേരളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യ രാഷ്ട്രീയ ശക്തിയായ കേരളം. ഇവിടെ RSS വിജയിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യയശാസ്ത്രപരവും അവരുടെ പ്രായോഗികമായ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും, അതുകൊണ്ട് തന്നെ അത് വിജയിച്ചാൽ ഏറ്റവും വലിയ വിജയവുമാണ്. അത് കൃത്യമായി കാണണം. അതിൽ കുറഞ്ഞൊന്നുമല്ല RSS ശ്രമിക്കുന്നത്. അതിനാണ് അവർ ദീർഘകാലമായി 1950 മുതൽ ജനസംഘ RSS കോഴിക്കോട് നിന്ന് പ്രവർത്തനം തുടങ്ങി ഇന്ന് കേരളത്തിലെ ഒരു 15% ശരാശരി, താങ്കൾ ഈ പറയുന്ന പോലെ മോഡിയെ വെച്ചുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 19% കിട്ടുമെങ്കിൽ, അതൊന്നുമില്ലാത്ത പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അവർക്ക് 15% കിട്ടുന്നു. അവർ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള കേരളത്തിലെ ഒരു മൂന്നാം ശക്തി തന്നെയാണ് BJP RSS. അത് മനസ്സിലാക്കണം. നമ്മൾ വീണ്ടും ബൈപോളാർ പോളിറ്റിക്സിൽ നിന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മൂന്നാമത്തെ കക്ഷി BJP RSS ആണ്. NDA എന്ന് പോലും ഞാൻ പറയുകയില്ല. ഇത് തുടർച്ചയായിട്ടുള്ള ഒരു വളർച്ചയുടെ ചരിത്രം കൂടിയാണ്. അവർ വല്ലാതെ പിന്നോട്ട് പോയിട്ടില്ല ഉയർന്നതിന് ശേഷം. അതും 15% എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദു പോപ്പുലേഷന്റെ, ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഈ BJPയുടെ കേരളത്തിൽ കിട്ടുന്ന 15% എത്രയുണ്ടെന്നാണ് ചെറിയ കണക്കാക്കുന്നത്? ഹിന്ദുക്കളിൽ എത്ര ശതമാനം, മലയാളി ഹിന്ദുക്കളിൽ എത്ര ശതമാനം ഇപ്പോൾ തന്നെ BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാതെ കൃത്യമാണ്, അല്ലെ? ഞാൻ പറയുന്നു 30% ഹിന്ദുക്കളെങ്കിലും ഇന്ന് 30% ഹിന്ദുക്കൾ കേരളത്തിൽ ഇന്ന് BJPക്ക് വോട്ട് ചെയ്യുന്നത് ഒരു പതിവാക്കിയിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് തോൽക്കുമെന്ന് അറിയുമ്പോഴും കേന്ദ്ര നേതൃത്വം, RSS നേതൃത്വം കൃത്യമായി ഇവിടെ കേരളത്തിൽ വന്ന് പ്രചരണം നടത്തുന്നത്. താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ കേരളത്തിൽ അനുദിനം RSSന്റെ നേതാക്കന്മാർ വിവിധ കോണുകളിൽ, സെമിനാറുകളിൽ, വിദ്യാഭ്യാസ രംഗത്ത് വന്ന് അവർ കൃത്യമായി ആശയപ്രചരണവും പ്രായോഗിക സംഘാടനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാസ്കരീയം അവരുടെ കേരളത്തിലെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വന്നുകൊണ്ടിരിക്കുന്ന യോഗങ്ങൾ, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഇത്തരത്തിൽ സാംസ്കാരികമായും രാഷ്ട്രീയമായും സംഘടനാപരമായും കേരളത്തിൽ മുറിച്ചു കടക്കാനുള്ള തന്ത്രങ്ങളും അടവുകളും RSS പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്നൊരു, അത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള തിമിരം ബാധിച്ചവരല്ലാതെ ആർക്കും അത് നിഷേധിക്കാൻ കഴിയുകയില്ല. കേരളത്തിൽ 15% കിട്ടുന്ന എത്ര പാർട്ടികളുണ്ട്?
CPM ഉണ്ടാവും, ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഉണ്ടാവും, ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസും ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ജനകീയ പിന്തുണയുള്ള പാർട്ടിയാണ് BJP. ആദ്യം ആ സത്യം മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയുകയുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് 15% വോട്ട് കിട്ടുന്ന എത്ര രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ ഐക്യമുന്നണി രാഷ്ട്രീയത്തിലുണ്ട്? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താങ്കൾ ഈ പറയുന്ന പോലെ അമിത്ഷായുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, ദേശദ്രോഹികളിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുക, സംരക്ഷണം, അതാണ് സുരക്ഷ, കേരളത്തിന്റെ വിശ്വാസം, അത് ഹിന്ദു മതവിശ്വാസം, ഇത്തരത്തിൽ പിന്നെ വികസനം. ഈ 3 കാര്യങ്ങളാണ്: സംരക്ഷണം, സുരക്ഷ, വികസനം. ഇത് 3 എടുത്തു പറഞ്ഞതിന്റെയൊക്കെ RSS അർത്ഥങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത് കേരളത്തെ? മുസ്ലിം ലീഗിൽ നിന്നും, ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും, IPF-ൽ നിന്നും. മുസ്ലിം ലീഗിനെ അദ്ദേഹം പറഞ്ഞില്ല എന്തുകൊണ്ടാണെന്ന്. അദ്ദേഹം പറയുന്നില്ലെങ്കിലും വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗും മതരാഷ്ട്രം സൃഷ്ടിക്കാൻ പോവുകയാണ് കേരളത്തിൽ നിന്ന്. അപ്പൊ കൃത്യമായ അജണ്ട, സുരക്ഷ, സംരക്ഷണം. എന്തിന്? വിശ്വാസത്തിന്റെ സംരക്ഷണം. അതാണ് പറയുന്നത്. ഈ അടുത്ത ആഴ്ച മുതൽ കേരളത്തിൽ അവർ അയ്യപ്പ ജ്യോതി ഓരോ വീട്ടിലും തെളിക്കുകയാണ്. അയ്യപ്പ ജ്യോതി ഓരോ വീട്ടിലും തെളിക്കാൻ പോവുകയാണ്, ഹിന്ദുക്കളുടെ വീട്ടിൽ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ പേരിൽ, സുരക്ഷയുടെ പേരിൽ ഒരു കാര്യം കൂടി ഞാൻ താങ്കളുടെ അറിവിലേക്ക് ദേശീയ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്. അദ്ദേഹം പറയുന്നത് വെറും ഈ പറയുന്ന ഗൾഫിൽ നിന്ന് വരുന്നവരുടെ പൈസ കൊണ്ട് മാത്രം കേരളം ഇങ്ങനെ പോയാൽ പോരാ. അവിടെ അത് നിൽക്കട്ടെ, അത് എല്ലാവരും പറയുന്നതാണ്. ഏത് മതനിരപേക്ഷവാദിയും പറയാം. അതേ മറ്റുള്ളവർക്കും വികസനം വേണം. ഗൾഫിൽ പോകാത്തവർക്കും കേരളത്തിൽ വികസനം വേണം. ഏത് കുട്ടിക്കും അറിയുന്നതല്ലേ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. മുസ്ലിങ്ങൾ മാത്രം പണം ഉണ്ടാക്കിയാൽ പോരാ. ഇത്ര പച്ചയ്ക്ക് രാഷ്ട്രീയം, RSS ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിൽ വന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ജനങ്ങളോട് പറയാനുള്ള സത്യസന്ധത കാണിക്കട്ടെ. അല്ലെങ്കിൽ ഇവർ മണ്ടന്മാരാണ്. ഇവരെല്ലാം ഒരുതരം രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്നവർ മാത്രമാണ്. ഒരു പോയിന്റ് കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ വേറൊരു വളരെ പ്രസക്തമായ ഭാഗം, 20% വരെ 19-20% വരെ ഒരു പാർട്ടിക്ക് വോട്ട് കിട്ടുമ്പോൾ അതിനർത്ഥം ഇത് ആ 20-ൽ നിന്ന് 30-ലേക്ക് പോകാൻ വലിയ ദൂരമില്ല എന്നാണ് ഇന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതായത് കേരളത്തെ പോലെ ഒരു സംസ്ഥാനം എപ്പോൾ വേണേലും ത്രിപുര ആകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അത് വെള്ളാപ്പള്ളി പോലുള്ള അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരെങ്കിൽ അത് ചെയ്യാവുന്നതാണെന്നാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈഴവ രാഷ്ട്രീയം പ്രധാനമാണെന്ന് വീണ്ടും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെള്ളാപ്പള്ളി അപകടമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് BDJS അപകടമാണെന്ന് പറയുന്നത്. കാരണം ഒരു 10-20% ഹിന്ദു വോട്ടുകൾ കൂടി BJPക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഇനി ബാക്കിയുള്ളത് ഈഴവരിൽ നിന്നും, ദലിതരിൽ നിന്നും, ഒരു സവർണ ഇടതുപക്ഷത്തിൽ നിന്നുമാണ്. അല്ലാതെ മുസ്ലിങ്ങളുടെ വോട്ടിന് BJPയിലേക്ക് ഉടനെ ഒന്നും പോകാൻ വഴിയില്ലല്ലോ. പിന്നെ എവിടെയാണ് വളരുക BJP വളരുന്നത്? ഹിന്ദു വോട്ടിൽ നിന്ന്, ദലിത് വോട്ടിൽ നിന്നാണ്. ട്രൈബൽ വോട്ട് ഇവിടെ കേരളത്തിൽ ഇല്ല. 1%, 18% ദളിതർ. അതിലൊരു ചെറിയ വിഭാഗം ഇപ്പോൾ BJPയിലേക്ക് പോയി കഴിഞ്ഞു. 2, പിന്നെയുള്ളത് ഈഴവരാണ്, പ്രമുഖ കക്ഷി. അത് CPM-ൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണിച്ചത്. ഈ യാഥാർത്ഥ്യങ്ങളെ കാണാതെ പണ്ട് ആരോ ഒരാൾ പറഞ്ഞു, എന്തോ ഈ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന് ഇപ്പുറം എന്തോ സുരക്ഷിത മേഖലയാണ്. ഒരു സുരക്ഷിത മേഖലയല്ല. ഇന്ത്യയിലെ ഏറ്റവും അധികം RSSന് വേരോട്ടമുള്ള സംസ്ഥാനമാണ്. ഏറ്റവും അപകടകരമായ RSS പ്രസൻസ് ഉള്ളതാണ്. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങളുണ്ട്. ഇത് മധ്യപ്രദേശോ ഗുജറാത്തോ അല്ല, മധ്യപ്രദേശോ രാജസ്ഥാനോ അല്ല. ഇവിടെ വളരെ 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 ശക്തമായ, പ്രബലമായ ന്യൂനപക്ഷങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇതൊക്കെ ആർക്കാണ് ഇത് മനസ്സിലാകാത്തത്? അതുകൊണ്ടാണ് RSS പ്രധാനം. താങ്കൾ ഓർമ്മിക്കുന്നുണ്ടാവും, ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമേ മോഡി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളൂ. എനിക്ക് ത്രിപുര തെരഞ്ഞെടുപ്പ് എനിക്ക് മറ്റു തെരഞ്ഞെടുപ്പ് വിജയങ്ങളെക്കാൾ പ്രധാനമാണെന്ന് മോഡി പരസ്യമായി അന്ന് പറഞ്ഞു. കാരണം എന്താണ്? നിങ്ങൾ തോൽപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്.
കോൺഗ്രസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. കോൺഗ്രസ്സുകാർക്ക് പകുതി മൃദു ഹിന്ദുത്വ, പകുതി രാഹുൽ ഗാന്ധിയുടെ ഫാസിസ്റ്റ് വിരുദ്ധത, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കളികൾ ഇതുകൊണ്ട് നടത്തുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കലല്ല നമ്മളുടെ വിജയം. നമ്മളുടെ വിജയം സൈദ്ധാന്തികമായി സാർവദേശീയമായി നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ പിഴുത് കളയുക എന്നുള്ളതിലാണ് ഞങ്ങളുടെ വിജയം ഇരിക്കുന്നതെന്ന് അവർ പറയുന്നു. അത് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വേറൊരു കാര്യം കൂടി ചെറിയാൻ, അടുത്ത ആഴ്ച മോഡി വരികയാണ്, അറിയാമല്ലോ, തിരുവനന്തപുരത്തേക്ക് തന്നെ. അതാണ് ഞാൻ പറയുന്നത്, തിരുവനന്തപുരം അവരുടെ ഒരു ട്രോഫിയാണ്, അവർ വിജയിച്ചൊരു ട്രോഫിയാണ്. ആ ട്രോഫി നൽകുന്ന ആത്മവിശ്വാസം അത് അമിത്ഷായുടെ പ്രസംഗത്തിൽ മൂലമുണ്ടായിരുന്നു. പലതും പറഞ്ഞു, നമ്മൾ അവിടെ ജയിച്ചു, ഇവിടെ ജയിച്ചു. കഴിഞ്ഞ 2025 വിജയത്തിന്റെ വർഷമായിരുന്നു. 26 വിജയം നമുക്ക് വേണ്ടത് കേരളത്തിലാണ്. അദ്ദേഹം ബംഗാളിൽ തമിഴ് പാട് പോലും പറയാതെ ഇതിന്റെ ഈ സൈദ്ധാന്തികമാണെന്ന് പറഞ്ഞിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൈദ്ധാന്തികമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? സൈദ്ധാന്തികമായി മനസ്സിലാക്കലില്ലെങ്കിൽ, ആശയപരമായി മനസ്സിലാക്കലില്ലെങ്കിൽ, ആരാണ് മുഖ്യശത്രു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? മാർക്സിസമെന്നും സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ്, പോബി, വെനിൻസുല എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായി കേരളത്തിലെ ജനാധിപത്യ ശക്തികൾക്ക് നോക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം, അത് ഭരിക്കുന്ന RSS, അതിന്റെ എല്ലാ ശക്തികളും കേരളത്തിൽ എന്തിനായിരിക്കാം? 30 സീറ്റ് എന്നാണ് ഇപ്പൊ പറയുന്നത്. 30 സീറ്റ് ഒരിക്കലും കിട്ടില്ല ഇന്നത്തെ അവസ്ഥയിൽ. 10 A+. ഇപ്പൊ 2 സീറ്റെങ്കിലും കിട്ടിയാൽ നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടും പോട്ടെ. എന്താണ് അതിന്റെ ബലം? നമുക്ക് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ വെച്ച് എങ്കിലും അവർ 2 സൺഡേ MLA-മാരുണ്ടാവില്ലേ? അത് നമ്മുടെ രാജഗോപാലിന്റെ പോലത്തെ MLA-മാരായിരിക്കുമോ? RSSന്റെ പ്രതിനിധികളായ 2 MLA-മാർ കേരളത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നത് കേരളം മുഴുവൻ കേൾക്കും. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അവരോടൊപ്പം വേദി പങ്കിടേണ്ടി വരും, ഊണ് കഴിക്കേണ്ടി വരും. അവരുടെ സാമൂഹ്യമായി അവരുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയുടെ അവരുടെ സാന്നിധ്യവും അംഗീകരിക്കേണ്ടി വരും കേരളത്തിൽ. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. അപ്പൊ ചിലരുടെ വിചാരം കോൺഗ്രസ് BJPക്ക് 2-3 സീറ്റ് കിട്ടിയാലും കോൺഗ്രസ് തോറ്റാ മതി, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ വിചാരം BJPക്ക് 2-3 MLA-മാരുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, CPM അറം പറ്റിയാൽ മതി. ഇതാണ് കേരളത്തിൽ നടക്കുന്ന ഈ UDF LDF രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ജനവിരുദ്ധമായ ഉള്ളടക്കം. ആ 2 സീറ്റ് BJPക്ക് ഉണ്ടായി, അതിനെന്താ കുഴപ്പം? നമ്മളല്ലേ സതീശനല്ലേ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ വീണ്ടും പിണറായി അല്ലേ മുഖ്യമന്ത്രി? അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്കളെ പോലെയുള്ള ജനാധിപത്യവാദികൾ ദേശീയ രാഷ്ട്രീയത്തിലെ കാതലായ വസ്തുക്കളുമായിട്ട് കേരളത്തിലെ കേരളത്തിലെ കൊച്ചു അതാണ് എന്താ പറയുക അത്യാവശ്യമായി. അതില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ BJPക്ക് നല്ല ഒരു ഇടം കൊടുക്കുന്ന, BJPയെ നമ്മൾ അംഗീകരിക്കുന്ന, RSSനെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകേണ്ട. പിന്നെ തികച്ചും വേറൊരു ഷെനാരിയോ കൂടി ഞാൻ ചെറിയാനോട് പറയാം. സപ്പോസ് ഒരു പക്ഷേ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം വളരെ കുറഞ്ഞ സീറ്റുകളാണെങ്കിൽ BJPയുടെ 2 സീറ്റിന് എത്ര സീറ്റിന്റെ വിലയാണ് ചെറിയാൻ? എത്ര സീറ്റിന്റെ വിലയാണ്? എത്ര കോൺഗ്രസ്സുകാരെയോ CPM-കാരെയോ അവർക്ക് മേടിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ, കൂറുമാറ്റ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. ഇതെല്ലാമാണ് യഥാർത്ഥ ഷെനാരിയോ. ഇത് പറയാതെ ചില കപട നാട്യങ്ങൾ ഇപ്പോഴും പറയുന്ന കേന്ദ്ര അവഗണന എന്ന്. എന്ത് അവഗണന? നിങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ അവഗണന എന്നുള്ളതൊക്കെ ഞാൻ 1967 മുതൽ കേട്ടിട്ടുള്ളതാണ്. ഇത് ഷിപ്പ് യാർഡ് കിട്ടിയില്ല, ഇത് എന്നിട്ടും അതേ സംസാരിക്കുകയാണ് UDF-ഉം LDF-ഉം. കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയല്ല, ഉപരോധമാണ്. അതിനെ എല്ലാ തരത്തിലും അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അജണ്ടയാണ്. അത് പറയാനുള്ള ധൈര്യം ജനങ്ങളോടില്ല. എന്ന് നോക്കൂ, നിങ്ങൾ മമതയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. മമത തെറ്റോ ശരിയോ, അവരുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ, അവർ നേരിട്ട് ഏറ്റുമുട്ടുകയല്ലേ, ഒരു അസ്തിത്വത്തിന്റെ പ്രശ്നമായി അവർ കാണുകയല്ലേ, നേരിട്ട് ശാരീരികമായി ചെറുക്കുകയല്ലേ. അപ്പൊ നിങ്ങൾക്ക് അവരോട് യോജിക്കാമോ? യോജിക്കാം. പക്ഷെ അവർ കാണിക്കുന്നൊരു മാതൃകയുണ്ട്. ഒരർത്ഥത്തിൽ സ്റ്റാലിൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോഴും അത്തരത്തിലുള്ള അടിയന്തര രാഷ്ട്രീയ ചുമതലകളിൽ നിന്ന് ഉൾവലിയുകയാണ്. അത് അപകടകരമായിരിക്കും.
അത് BJPക്ക് കേരളത്തിൽ കൂടുതൽ കാലുറപ്പിക്കാനും ഒരർത്ഥത്തിൽ പിന്നീട് അട്ടിമറിക്കാനും കേരളത്തില് ഞാൻ ചോദിക്കട്ടെ, കുറച്ചു കാലം പ്രസിഡന്റ് ഭരണം നടത്താൻ തീരുമാനിച്ചാൽ വേറെ എന്ത് തൽക്കാലം ചെയ്യും? അതിന് വകുപ്പുകൾ ഭരണഘടനയിൽ ഉണ്ട് ഇപ്പോഴും. അപ്പൊ ഇത്തരത്തിലുള്ള സെനാരിയോകൾ ഒന്നും പറയാതെ ഇതിന്റെ അനുഭവങ്ങളെല്ലാം ഉണ്ട് ഓരോ സംസ്ഥാനത്തും. കേരളത്തിൽ എന്തോ ഇതൊന്നുമില്ലാത്ത കൊച്ചു വർത്തമാനം പറഞ്ഞ് ഈ ചാനൽ ചർച്ചയും എന്താ പറയുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന മുകേഷിന്റെയും ഒക്കെ കാര്യം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാമെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ബോധത്തോടും കേരളത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തോടുമുള്ള ഈ UDF LDFന്റെ അപക്ഷേപനം. അത് പറയാൻ കഴിയുന്ന ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിൽ ഉണ്ടാവണം. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് മാത്രം പറഞ്ഞ് ഇനി അടുത്ത ശിഷ്ടം 3 മാസം കഴിയാമെന്നുള്ള മാധ്യമ പ്രവർത്തനം ആത്മവഞ്ചനയാണ്, ജനങ്ങളോടുള്ള വഞ്ചനയുമാണ്. ചെറിയ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. അതാണ് ഞാനും എപ്പോഴും എനിക്കും എപ്പോഴും തോന്നാറുള്ളത്. അതായത് ദേശീയ രാഷ്ട്രീയ വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള കേരള രാഷ്ട്രീയം. വസ്തുതകൾ മനസ്സിലാക്കാതെയാണോ? വസ്തുതകൾ മനസ്സിലാക്കാതെയാണോ? മനസ്സിലാക്കിയിട്ട് എനിക്കറിഞ്ഞൂടാ, താങ്കൾക്ക് കൂടുതൽ അതിനെ പറ്റി പറയാൻ പറ്റും. എനിക്ക് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം. MA ബേബിക്കും രാഹുൽ ഗാന്ധിക്കും അറിയാതിരിക്കുമോ കേരളത്തിന്റെ വസ്തുത, കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ സന്ദർഭം എന്താണെന്ന് രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും MA ബേബിക്കും അറിയാതിരിക്കുമോ? പ്രകാശ് കാരട്ടിനും? എന്താണ് ഞാൻ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഇതിന് നമ്മളെക്കാൾ നന്നായി അറിയുന്നതല്ലേ. അതറിയണമെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളത് 2 സർക്കിളിൽ നിന്നും, അതായത് കേരളത്തിലെ പൊളിറ്റിക്സ് ഇങ്ങനെയൊക്കെയാണ് എന്ന് ലോക്കൽ നേതാക്കൾ അവരെ ധരിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ശ്രീ MA ബേബിയുടെ കാര്യം ഈയിടെയാണ്. പക്ഷെ RSSന് ദേശീയ രാഷ്ട്രീയമല്ലേ ഉള്ളൂ. RSSന് കേരളവും മധ്യപ്രദേശും വ്യത്യാസമില്ലല്ലോ. CPMന് വ്യത്യാസമുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ RSSന് വ്യത്യാസമില്ല. മധ്യപ്രദേശും കേരളവും, ഒരുപക്ഷെ കേരളം കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. സതീശന് വ്യത്യാസമില്ലായിരിക്കും, വ്യത്യാസമുണ്ടാവും. പക്ഷെ പറയുന്ന പോലെ RSSന് കേരളവും മധ്യപ്രദേശും ഒരുപോലെ എന്ന് തന്നെയില്ല, കേരളം കൂടുതൽ പ്രധാനമാണ്. അതാണ് സതീശനും പിണറായി വിജയനും തിരിച്ചറിയേണ്ടത്. അത് തന്നെ. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ അടുത്ത ഇലക്ഷനും നേരിടുമ്പോൾ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ അടുത്ത ലക്കത്തിൽ വരുന്നതാണ്.